അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലേൺ വിത്ത് കബീർ യൂട്യൂബ് ചാനലിൽ നടന്നു വരുന്ന അൽ അർബഇയ്യ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴ്സിലെ 18ാമത്തെ എപ്പിസോഡിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഈ എപ്പിസോഡിൽ അന്നഹ്വുൽ വാളിഹ് അൽ ഇബ്തിദായി അൽ ജുസ്ഉ സാനി രണ്ടാം ഭാഗത്തിലെ 8ാമത്തെ ലെസണിലാണ് നമ്മളിപ്പോൾ. 8ാമത്തെ ലെസണാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹെഡിങ് അൽ ഇസ്മുൽ മുഅത്തലുൽ ആഖിരി. മുഅത്തലുൽ ആഖിറായ ഇസ്മ. നമ്മൾ തൊട്ട് മുമ്പത്തെ പാഠത്തിൽ പറഞ്ഞത് മുഅത്തലുൽ ആഖിറായ ഫെയിലിന്റെ ഇറാബിനെ കുറിച്ചാണ്. മുഅത്തലുൽ ആഖിർ എന്താണ് എന്ന് നമുക്കറിയാം, ഇസ്മ എന്താണ് എന്ന് നമുക്കറിയാം, ആ ഇസ്മിന്റെ ഇറാബും നമുക്കറിയാം. ഇസ്മിന് എങ്ങനെയൊക്കെയാണ് ഇറാബ് വരിക, മുഅത്തലുൽ ആഖിർ ആണെങ്കിൽ ഫെയിലിന് എങ്ങനെയൊക്കെയാണ് വരിക എന്ന് തൊട്ട് മുമ്പത്തെ പാഠത്തിലും പറഞ്ഞു. എന്തായാലും നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. മുഅത്തലുൽ ആഖിർ എന്ന് പറഞ്ഞാൽ ഇല്ലത്തിന്റെ അർഫ് അവസാനം വരിക എന്നാണല്ലോ. ഇല്ലത്തിന്റെ അർഫ് അലിഫും വാവും യാവുമാണ്. ഇസ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇല്ലത്തിന്റെ അർഫിൽപ്പെട്ട അലിഫും യാവും അവസാനം വന്നാൽ എങ്ങനെയാണ് എന്നതാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കാരണം അലിഫും വാവും യാവും ഉണ്ടെങ്കിലും വാവ് ഇസ്മിന്റെ അവസാനം വരിക എന്നുള്ളത് വളരെ വിരളമാണ്. ഭാഷയിൽ കൂടുതലൊന്നും വരില്ല, അതുകൊണ്ട് നമ്മളത് ചർച്ച ചെയ്യുന്നില്ല. അതൊക്കെ അഡ്വാൻസ്ഡ് സ്റ്റഡിയിലേക്ക് നമുക്ക് മാറ്റാം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഅത്തലുൽ ആഖിറായ ഇസ്മ എന്ന് പറഞ്ഞാൽ അവസാനം അലിഫ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവസാനം യാ വരികയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഇറാബ് എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുഅത്തലുൽ ആഖിറായ ഇസ്മ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അവസാനം അലിഫ് വരുന്നത് അതിന് നമ്മൾ മഖ്സൂർ എന്നാണ് പറയല്. ഇറാബിയായ ഭാഷയിൽ നഹ്വില് അതിന് മഖ്സൂർ എന്ന് പറയും. അവസാനം യാ ആണ് വരുന്നത് എങ്കിൽ അതിന് മങ്കൂസ് എന്നും പറയും. അൽ ഇസ്മുൽ മങ്കൂസു, അതുപോലെ തന്നെ അൽ ഇസ്മുൽ മഖ്സൂറു. നമ്മളെ ഈ ലെസണിലെ ആദ്യ പാഠം അൽ മഖ്സൂറു വ അഹ്വാലു ഇറാബിഹി എന്നുള്ളതാണ്. മഖ്സൂറായ ഇസ്മ അതിന്റെ ഇറാബിന്റെ അവസ്ഥകളും. മഖ്സൂറായ ഇസ്മ എന്ന് പറഞ്ഞാൽ മുഅത്തലുൽ ആഖിറായ ഇസ്മ തന്നെയാണ്, അവസാനം അലിഫ് വരികയാണെങ്കിൽ. അതിന്റെ ഉദാഹരണത്തിലേക്ക് പോകാം. അൽ അംസില. നജൽ ഫത മിനൽ ഗറഖി, ളഅത്തിൽ അസ, നാലനി അൽ അദ, ശമിത ബി അൽ ഇദ. 4 ഉദാഹരണങ്ങൾ. നജൽ ഫത മിനൽ ഗറഖി, യുവാവ് രക്ഷപ്പെട്ടു. മിനൽ ഗറഖി, മുങ്ങിത്തായലിൽ നിന്നും രക്ഷപ്പെട്ടു. ഗറഖ് എന്ന് പറഞ്ഞാൽ മുങ്ങുക, വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നതിനാണ് ഗറഖ് എന്ന് പറയാം. അപ്പൊ മുങ്ങിപ്പൊങ്ങുന്നതിൽ നിന്നും യുവാവ് രക്ഷപ്പെട്ടു. നജൽ ഫത, നജ എന്നുള്ളത് ഫെയിലു മാദിയാണ്, അതല്ല നമ്മളെ ചർച്ച. അൽ ഫത എന്നുള്ള ഇസ്മാണ്, അത് മഖ്സൂറായ ഇസ്മാണ്. എന്ന് പറഞ്ഞാൽ ഇല്ലത്തിന്റെ അർഫിൽപ്പെട്ട ഒരു അർഫ് വന്നിട്ടുണ്ട്, അത് അലിഫ് ആയതുകൊണ്ട് ഈ ഇസ്മിന് മഖ്സൂർ എന്ന് പറയും. ളഅത്തിൽ അസ, വടി നഷ്ടപ്പെട്ടു. അസ എന്ന് പറഞ്ഞാൽ വടി നഷ്ടപ്പെട്ടു. നാലനി അൽ അദ, എനിക്ക് വന്നുപെട്ടു. അൽ അദ, ബുദ്ധിമുട്ട് എനിക്ക് വന്നുപെട്ടു. ശമിത ബി അൽ ഇദ, എന്റെ കാരണം ശത്രുക്കൾ സന്തോഷിച്ചു. അപ്പോൾ ഈ 4 ഇസ്മുകളും അൽ ഫത, അൽ അസ, അൽ അദ, അൽ ഇദ, ഈ 4 ഇസ്മുകളും നമ്മൾ പറഞ്ഞതുപോലെ മഖ്സൂറാണ്. എന്ന് പറഞ്ഞാൽ അവസാനം ഇല്ലത്തിന്റെ അർഫായ അലിഫാണ് വന്നിട്ടുള്ളത്. ഈ 4 ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാം ഫായിലായിട്ടാണ് വന്നിട്ടുള്ളത്. നജ എന്ന ഫെയിലിന്റെ ഫായിലാണ് ഫത, ളഅത്ത് എന്ന ഫെയിലിന്റെ ഫായിലാണ് അസ, നാലനി എന്നതിന്റെ ഫായിലാണ് അദ, ശമിത എന്നതിന്റെ ഫായിലാണ് ഇദ. ഫായിലായി വരുമ്പോൾ മർഫു ആണ്, റഫ് ആണ്, അവസാനം ലമ്മാണ് വേണ്ടത് എന്ന് നമുക്ക് അറിയാം അതിന്റെ ഇറാബ്. ഇവിടെ എവിടെയും ലമ്മത്ത് പ്രകടമല്ല. കാരണം എന്താണ്? അത് ഇസ്മു മഖ്സൂർ ആയതുകൊണ്ട്, മുഅത്തലുൽ ആഖിർ ആയതുകൊണ്ട് റഫ് നമ്മൾ മുമ്പ് മുദാരിയായ ഫീലിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സങ്കല്പിക്കപ്പെട്ടതാണ്. സങ്കല്പിക്കപ്പെട്ട ലമ്മത്ത് കൊണ്ടാണ് റഫ്. അതായത് മുഅത്തലുൽ ആഖിറായ ഇസ്മ അത് മഖ്സൂർ ആണെങ്കിൽ, അവസാനം അലിഫ് ആണെങ്കിൽ റഫ് സങ്കല്പിക്കപ്പെടും എന്നാണ് പറഞ്ഞത്.
ഇനി രണ്ടാമത്തെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ നജ്ജൈതുൽ ഫത മിനൽ ഗറഖി. നജ്ജൈതുൽ ഫത മിനൽ ഗറഖി, ഞാൻ യുവാവിനെ രക്ഷപ്പെടുത്തി അൽ ഫത യുവാവിനെ മിനൽ ഗറഖി മുങ്ങിത്താകലിൽ നിന്ന്. ഇവിടെ നജ്ജൈതു എന്ന് ഫെയിലും ഫായിലും വന്നിട്ടുണ്ട്. അതിന് ശേഷം വന്ന ഫത എന്നുള്ളത് മഫ്ഊലാണ്, മഫ്ഊലു ബിഹി ആണ്, നസ്ബാണ്, മൻസൂബാണ്, ഫതഹത്താണ് വേണ്ടത്. അലായത്തുൽ ഫത, ഞാൻ നഷ്ടപ്പെടുത്തി, അൽ അസ വടിയെ നഷ്ടപ്പെടുത്തി, അസ എന്നുള്ളത് മഫ്ഊലാണ്. മനായത്തുൽ അദ, ഞാൻ തടഞ്ഞു, അൽ അദ ബുദ്ധിമുട്ടിനെ ഞാൻ തടഞ്ഞു. മനായത്തു എന്നുള്ളത് ഫെയിലും ഫായിലും, അതിന് ശേഷം അദ എന്നുള്ളത് മഫ്ഊലാണ്, മൻസൂബാണ്, നസ്ബാണ് വേണ്ടത്. ലാ തുഷ്മിത് ബി, എന്നെ കൊണ്ട് സന്തോഷിപ്പിക്കരുത്, അൽ ഇദാ ശത്രുക്കളെ. അവിടെ ലാ തുഷ്മിത്ത് എന്ന ഫെയിലിന്റെ മഫ്ഊലായിട്ടാണ് ഇദാ വന്നിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഈ 4 ഇസ്മുകളും മക്സൂറായ ഇസ്മുകൾ ഫത, അദ, അസ, ഇദ എന്നുള്ളതൊക്കെ മൻസൂബാണ്, നസ്ബ് ചെയ്യപ്പെട്ടതാണ്. പക്ഷെ ഇവിടെ എവിടെയും ഫതഹത്തും പ്രകടമല്ല. നസ്ബ് ചെയ്യുമ്പോൾ ഫതഹത്ത് വേണം, അതും പ്രകടമല്ല. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് റഫ് ലമ്മത്ത് പ്രകടമാകൂല, നസ്ബിനും ഫതഹത്ത് പ്രകടമാകൂല. ഇനി അടുത്ത സെക്ഷനിലെ 3 ഉദാഹരണങ്ങൾ കൂടി നോക്കാം. റളീതു അനിൽ ഫത, ഞാൻ ഇഷ്ടപ്പെട്ടു, അനിൽ ഫത യുവാവിനെ എനിക്ക് തൃപ്തിയായി എന്നർത്ഥം. അനിൽ ഫത, അൻ എന്നുള്ളത് ജറിന്റെ ഹർഫാണ്, ഫത എന്നുള്ളത് മജ്റൂറാണ്, കസ്റാണ് വേണ്ടത്. അനിൽ ഫത. ഇത്തക്കഅതു, ഞാൻ അവലംബിച്ചു, ചാരി നിന്നു, അലൽ അസ വടിയുടെ മേൽ ചാരി നിന്നു, വടി കുത്തി നിന്നു എന്നർത്ഥം. അലൽ അസ, അല എന്നുള്ള ജറിന്റെ ഹർഫ് വന്നിട്ടുണ്ട്, അൽ അസ എന്നുള്ളത് മജ്റൂറാണ്. സലിംതു, ഞാൻ രക്ഷപ്പെട്ടു, മിനൽ അദ ബുദ്ധിമുട്ടിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു, മിനൽ അദ. മിൻ എന്നുള്ളത് ജറാണ്, അതിന്റെ ശേഷം അദ എന്നുള്ളത് മജ്റൂറായി വന്നു. ഇൻതസർതു, ഞാൻ സഹായം തേടി, ഞാൻ വിജയിച്ചു, അലൽ ഇദ ശത്രുക്കളുടെ മേൽ വിജയിച്ചു. അപ്പോ അലൽ ഇദ, അല എന്നുള്ളത് ജറിന്റെ അർഫിന് ശേഷം ഇദ എന്ന് വന്നപ്പോൾ അതും മജ്റൂറാണ്. ഈ 4 ഇസ്മുകളും, മൂന്നാമത്തെ സെക്ഷനിലെ 4 ഇസ്മുകളും മജ്റൂറാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് ജറിന്റെ ഹർഫുണ്ട്. പക്ഷെ മജ്റൂർ ആയിട്ട് പോലും ജറ് കസ്ർ അവിടെ കാണുന്നില്ല. അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ത്, മജ്റൂർ ജറ് എന്നുള്ളത് ജറ് മുഖദ്ദറത്തായ കസ്റത്ത് കൊണ്ടാണ്, സങ്കല്പിക്കപ്പെട്ട കസ്റത്ത് കൊണ്ടാണ് ജറ്. അപ്പൊ നമുക്ക് കൃത്യമായ നിയമം പറയാൻ പറ്റും. മുഅത്തലുൽ ആഖിറായ ഇസ്മ മഖ്സൂർ ആണെങ്കിൽ, ഇസ്മു മഖ്സൂർ എന്ന് പറഞ്ഞാൽ അവസാനം അലിഫ് ആണെങ്കിൽ, പിന്നെ റഫ് ആയാലും ജറായാലും നസ്ബായാലും ഹർക്കത്ത് പ്രകടമാകൂല. പിന്നെ സങ്കല്പിക്കപ്പെട്ട ദമ്മത്ത് കൊണ്ടായിരിക്കും റഫ്, സങ്കല്പിക്കപ്പെട്ട ഫതഹത്ത് കൊണ്ടായിരിക്കും നസ്ബ്, സങ്കല്പിക്കപ്പെട്ട കസ്റത്ത് കൊണ്ടായിരിക്കും ജറ് എന്ന് നമുക്ക് ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഒരു കായിദ നോക്കാം. കായിദ 39. അൽ മഖ്സൂറു, മഖ്സൂർ എന്ന് പറഞ്ഞാൽ ഹുവ കുല്ലു ഇസ്മിൻ മുഅറബിൻ ആഖിറുഹു അലിഫുൻ ലാസിമത്തുൻ, എല്ലാ മുഅറബായ ഇസ്മുമാണ്, ഇറാബ് ചെയ്യപ്പെടുന്ന മബ്നിയായ ഇസ്മിനല്ല പറ്റി പറയുന്നത്, എല്ലാ മുഅറബായ ഇസ്മുമാണ്, ആഖിറുഹു അതിന്റെ അവസാനം അലിഫുൻ ലാസിമത്തുൻ സ്ഥിരമായുള്ള അലിഫായിരിക്കും. ചിലപ്പോൾ ചില ആവശ്യത്തിന് വേണ്ടി വരുന്ന, ഇപ്പൊ തസ്നിയാന്റെ അലിഫൊക്കെ വരും, അത് സ്ഥിരമായതെന്ന് പറയാൻ പറ്റില്ല, അത് ആവശ്യം കഴിഞ്ഞാൽ പോകും. എന്നാൽ സ്ഥിരമായി നിൽക്കുന്ന അലിഫ് അവസാനമുണ്ടെങ്കിൽ അങ്ങനത്തെ എല്ലാ മുഅറബായ ഇസ്മിനും മഖ്സൂർ എന്ന് പറയും. അതാണ് അൽ മഖ്സൂറു. മഖ്സൂറു ഹുവ കുല്ലു ഇസ്മിൻ മുഅറബിൻ, മുഅറബായ എല്ലാ ഇസ്മുമാണ്, ആഖിറുഹു അലിഫുൻ ലാസിമത്തുൻ അതിന്റെ അവസാനം സ്ഥിരമായി നിൽക്കുന്ന അലിഫായിരിക്കും. 40ാമത്തെ കായിദ തുഖദ്ദർ വലാ ആഖിരിൽ മഖ്സൂരി, മഖ്സൂറിന്റെ അവസാനം സങ്കല്പിക്കപ്പെടും. ഹറകാത്തുൽ ഇറാബി സലാസു, ഇറാബിന്റെ 3 ഹർക്കത്തുകളും സങ്കല്പിക്കപ്പെടും. റഫ് ആണെങ്കിലും ദമ്മ് സങ്കല്പിക്കപ്പെടും, നസ്ബ് ആണെങ്കിലും ഫതഹ് സങ്കല്പിക്കപ്പെടും, ജറാണെങ്കിലും കസ്ർ സങ്കല്പിക്കപ്പെടും. എന്തായാലും 3 ഹർക്കത്തും സങ്കല്പിക്കപ്പെടലാണ്, പ്രകടമായി വരൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ മഖ്സൂറായ ഇസ്മാണെങ്കിൽ ഒരിക്കലും ഇറാബ് പ്രകടമായി വരൂല, പക്ഷെ മുഅറബ് തന്നെയാണ്. അതിന്റെ തംബീൻ ഒന്ന് നോക്കാം. അയ്യിനിൽ അസ്മാഅൽ മഖ്സൂറത ഫിൽ ഇബാറാത്തിൽ ആതിയ, താഴെ വരുന്ന വാചകങ്ങളിൽ മഖ്സൂറായ ഇസ്മ ഏതാണെന്ന് വ്യക്തമാക്കുക. 1. യുഫള്ളിലു ബഅദുൻ നാസി സുക്നൽ ഖുറ അലാ സുക്നൽ മുദിൻ, ചില ആളുകൾ ശ്രേഷ്ഠമാക്കുന്നു, പ്രയോറിറ്റി നൽകുന്നു. യുഫള്ളിലു ബഅദുൽ നാസി, ചില ആളുകൾ പ്രയോറിറ്റി നൽകുന്നു, മുൻഗണന നൽകുന്നു. സുക്നൽ ഖുറ, ഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക്, അലാ സുക്നൽ മുദിൻ, പട്ടണത്തിൽ താമസിക്കുന്നവരെക്കാൾ പിന്നെ മുൻഗണന നൽകുന്നു, പ്രയോറിറ്റി നൽകുന്നു. സുക്ന എന്നുള്ളത് ഖുറ എന്നുള്ളത് രണ്ടും മഖ്സൂറായ ഇസ്മാണ്. സുക്ന എന്ന് പറഞ്ഞത് മഫ്ഊലാണ്, മൻസൂബാണ്. അലാ സുക്ന എന്ന് പറഞ്ഞാൽ മജ്റൂറാണ്, പക്ഷെ ഇറാബ് പ്രകടമാകൂല, സങ്കല്പിക്കപ്പെടും.
ഫി ഹുൽവാന, ഹുൽവാൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്, അവിടെയുണ്ട് മുസ്തഷ്ഫ, ഹോസ്പിറ്റൽ ഉണ്ട്, ലി അംറാദി റിഅതൈനി, ലങ്സ് രോഗങ്ങൾക്ക്. റിഅതൈൻ എന്ന് പറഞ്ഞാൽ ലങ്സ്. അപ്പൊ ലങ്സ് രോഗങ്ങൾക്കുള്ള ഹോസ്പിറ്റൽ ഹുൽവാനിലുണ്ട്. ഫി ഹുൽവാന എന്ന് പറഞ്ഞാൽ ഹുൽവാനിലുണ്ട്. മുസ്തഷ്ഫ, മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ മുബ്തദയാണ് ഇവിടെ, അത് ഇറാബ് കൂടുതൽ വിശദീകരിക്കും പിന്നീട്. എന്തായാലും ഇവിടെ മുസ്തഷ്ഫ എന്നുള്ളത് മുബ്തദയാണ്, മർഫു ആണ്, റഫിന്റെ സ്ഥാനത്താണ്. പക്ഷെ മുസ്തഷ്ഫ എന്നുള്ളത് മക്സൂർ ആയതുകൊണ്ട് ലമ്മത്ത് പ്രകടമാകൂല. മൂന്നാമത്തെ ഉദാഹരണം അൽ ഖരിബാത്തു, പൊളിഞ്ഞ ഇടങ്ങൾ, മഅ്വൽ ഭൂമി വൽ ഗർബാൻ, ഭൂമിന്റെയും കൂമൻ, നത്ത്, അതിന്റെയും കാക്കകളുടെയും അഭയസ്ഥലമാണ്. മഅ്വ, മഅ്വ എന്നുള്ളത് ഖബറാണ്, അൽ ഖരിബാത്തിന്റെ ഖബറാണ്, മർഫു ആണ്, റഫാണ് വേണ്ടത്. പക്ഷെ മഅ്വ എന്നുള്ളത് മക്സൂറായ ഇസ്മായതുകൊണ്ട് ലമ്മത്ത് സങ്കല്പിക്കും. മൻ തലബൽ ഇല, മൻ തലബൽ ഉല സഹിറൽ ലയാലി, ആരെങ്കിലും ഉന്നതി ആഗ്രഹിച്ചാൽ, ഉന്നതി തേടുന്നെങ്കിൽ, ആരെങ്കിലും ഉന്നതി തേടുന്നെങ്കിൽ സഹിറൽ ലയാലി, രാത്രി ഉറക്കൊഴിക്കണം, അവൻ രാത്രി ഉറക്കൊഴിക്കണം. ഉന്നതി തേടുന്നെങ്കിൽ രാത്രി ഉറക്കൊഴിക്കണം എന്ന് പറഞ്ഞാൽ അധ്വാനിക്കണം എന്ന് തന്നെ. ഇവിടെ ഉല എന്നുള്ള ഇസ്മ അത് മക്സൂറാണ്, ശരിക്കും ഇവിടെ മഫഊലാണ്, നസ്ബാണ് വേണ്ടത്. പക്ഷെ ഇസ്മ മക്സൂർ ആയതുകൊണ്ട് ആ നസ്ബ് ഫതഹ് സങ്കല്പിക്കപ്പെടുകയാണ്. അൽ ഇഖ്തിസാദു സബീലുൽ ഗിന, അൽ ഇഖ്തിസാദു ഇക്കോണമി, ഇക്കോണമിയാണ് സബീലുൽ ഗിന, ഐശ്വര്യത്തിന്റെ വഴി, ഐശ്വര്യത്തിലേക്കുള്ള വഴി ഇക്കോണമിയാണ്. ഒരു പിന്നെ സാമ്പത്തിക ഭദ്രതയും ഇല്ലാതെ, സാമ്പത്തിക ഭദ്രതയില്ലാതെ ഒരിക്കലും ഐശ്വര്യത്തിലേക്ക് എത്താൻ കഴിയൂല. അപ്പൊ ഐശ്വര്യത്തിന്റെ മാർഗമാണ് ഇക്കോണമി എന്നുള്ളത്. ഇവിടെ ഗിന, ഗിന എന്നുള്ളത് ശരിക്ക് പിന്നെ മജ്റൂർ ആണ് ശരിക്കും ഇവിടെ. ആ മജ്റൂർ ആയിട്ടും കസ്റത്ത് വരാതിരിക്കാൻ കാരണം അത് മക്സൂറായ ഇസ്മായത് കൊണ്ടാണ്. ആറാമത്തെ ഉദാഹരണം ഇഷ്തറൽ ഖസ്സാബു സലാസ മുദ, ബുച്ചർ വാങ്ങി, ഇഷ്തറ വാങ്ങിയാൽ ഖസ്സാബു ബുച്ചർ, സലാസ മുദൻ, 3 കത്തി വാങ്ങി. മുദൻ എന്നുള്ളത് മക്സൂറായ ഇസ്മാണ്. ഇവിടെ മക്സൂറായ ഇസ്മായത് കൊണ്ട് മജ്റൂറിന്റെ സ്ഥാനത്തായിട്ട് പോലും എന്ത് ചെയ്തു, കസ്റത്ത് സങ്കല്പിച്ചു. നേരെ കസ്റത്ത് ലാഹിറായി പ്രകടമായി വന്നില്ല. ഇതാണ് ഈ ഒരു പാഠത്തിലെ തംരീന്. അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞത് മുഅത്തലുൽ ആഖറായ ഇസ്മ എന്ന് പറഞ്ഞാൽ 2 വിധമുണ്ട്. ഒന്നാമത്തതാണ് മക്സൂർ. മക്സൂർ എന്ന് പറഞ്ഞാൽ അവസാനം അലിഫ് വരുന്നതാണ്. അലിഫ് വന്നാൽ റഫ് ആണെങ്കിലും നസ്ബ് ആണെങ്കിലും ജറാണെങ്കിലും സങ്കല്പിക്കുകയാണ്, നേരെ പ്രകടമാകൂല. അപ്പൊ ജസ്മ ഇസ്മിൽ ഉണ്ടാവൂല എന്ന് നമ്മൾ മുമ്പേ പഠിച്ചതാണ്. അപ്പൊ ഈ 3 ഇറാബേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത പാഠം, ഈ ലെസണിലെ അടുത്ത പാഠത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഈ പറഞ്ഞത് തന്നെയാണ് മങ്കൂസ്. മങ്കൂസ് എന്ന് പറഞ്ഞാല് അവസാനം യാ വരുന്നത്. മുഅത്തലുൽ ആഖറായ ഇസ്മ, ആ ഇസ്മിന്റെ അവസാനം യാ വരുമ്പോൾ അതിന് മങ്കൂസ് എന്നാണ് പറയുക. അൽ മങ്കൂസു വഅഹ്വാലു ഇറാബിഹി, മങ്കൂസും അതിന്റെ ഇറാബിന്റെ അവസ്ഥകളും. അൽ അംസില, ഉദാഹരണത്തിലേക്ക് പോകാം. 1 ഫറൽ ജാനി, ക്രിമിനൽ കുറ്റവാളി ഓടി. അദലൽ ഖാദി, ജഡ്ജ് നീതി കാണിച്ചു. അദലൽ ഖാദി, ജഡ്ജ് നീതി കാണിച്ചു. നാദൽ മുനാദി, വിളിക്കുന്നവൻ വിളിച്ചു. യന്തമുൽ ബാഗി, അക്രമി ഖേദിച്ചു. ഈ 4 ഉദാഹരണങ്ങളൊന്ന് നോക്കൂ. ഫറൽ ജാനി, അദലൽ ഖാദി, നാദൽ മുനാദി, യന്തമുൽ ബാഗ്, ഇതൊക്കെ ഫായിലാണ്. അൽ ജാനി എന്നുള്ളതും അൽ ഖാദി എന്നുള്ളതും അൽ മുനാദി എന്നുള്ളതും അൽ ബാഗ് എന്നുള്ളതൊക്കെ ഫായിലാണ്. ഫായിലിന് റഫ് ആണ് വേണ്ടത് എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ റഫ് വരാതിരിക്കാൻ കാരണം ഇത് മങ്കൂസായ ഇസ്മായത് കൊണ്ടാണ്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ മുഅത്തലുൽ ആഖറായ ഇസ്മിന്റെ അവസാനം യാ വന്നത്, അതിനാണ് മങ്കൂസ് എന്ന് പറയുന്നത്. മങ്കൂസായ ഇസ്മ ആയതുകൊണ്ട് റഫ് ആയിട്ട് പോലും ലമ്മത്ത് പ്രകടമാകാതെ സങ്കല്പിക്കപ്പെട്ടു. ഫറൽ ജാനിയു എന്ന് പറയേണ്ടതായിരുന്നു, അദലൽ ഖാദിയു എന്ന് പറയേണ്ടതായിരുന്നു, നാദൽ മുനാദിയു എന്ന് പറയേണ്ടതായിരുന്നു, യന്തമുൽ ബാഗിയു എന്ന് പറയേണ്ടതായിരുന്നു. പക്ഷെ പറയാതിരിക്കാൻ കാരണം മങ്കൂസായ ഇസ്മ ആണെങ്കിൽ ഒരിക്കലും ലമ്മത്ത് പ്രകടമായി വരൂല. മങ്കൂസായ ഇസ്മ എന്ന് പറഞ്ഞാൽ അവസാനം യാ വരുന്ന ഇസ്മ ഒരിക്കലും ലമ്മത്ത് പ്രകടമാകൂല, സങ്കല്പിക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സെക്ഷനിൽ നോക്കൂ. ഉദാഹരണം ഹബസ്തു അൽ ജാനിയ, ഞാൻ അറസ്റ്റ് ചെയ്തു അൽ ജാനിയ കുറ്റവാളിയെ. നഹ്തരിമു, നമ്മൾ ബഹുമാനിക്കുന്നു അൽ ഖാദിയ ജഡ്ജിനെ. സമയത്തു, ഞാൻ കേട്ടു അൽ മുനാദിയ വിളിക്കുന്നവനെ കേട്ടു. യക്റഹുൻ നാസു, ജനങ്ങൾ വെറുക്കുന്നു അൽ ബാഗിയ അക്രമിയെ. ഇവിടെ നോക്കൂ, ആ 4 വാക്കുകൾ അൽ ജാനിയ, അൽ ഖാദിയ, അൽ മുനാദിയ, അൽ ബാഗിയ, ഇതൊക്കെ മൻസൂബാണ്
നെസ്ബിന്റെ അവസ്ഥയിലാണ്. കാരണം മഫൂലാണല്ലോ. ഹബസ്തു എന്ന ഫീലിന്റെ മഫൂലാണ്. നെഹ്തരിമു എന്ന ഫീലിന്റെ മഫൂലാണ് കാളിയ. സമയത്തു എന്ന ഫീലിന്റെ മഫൂലാണ് മുനാദിയ. യക്രഹു എന്ന ഫീലിന്റെ മഫൂലാണ് ബാഗിയ. മഫൂലാകുമ്പോൾ നെസ്ബ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഒക്കെ ഫതഹത്ത് കൊണ്ട് നെസ്ബ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സങ്കല്പനമൊന്നുമില്ല, കൃത്യമായ പ്രകടമായ ഫതഹത്ത് കൊണ്ട് നെസ്ബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? മുഅത്തലുൽ ആഖിറായ ഇസ്മ മങ്കൂസ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവസാനം യാ ആണെങ്കിൽ നെസ്ബ് പ്രകടമാകും. നെസ്ബ് പ്രകടമായ ഫതഹത്ത് കൊണ്ട് തന്നെയായിരിക്കുമെന്ന് നമുക്ക് നിയമം പറയാൻ പറ്റും. മൂന്നാമത്തെ സെക്ഷനിലേക്ക് ഒന്ന് നോക്കൂ. നളർത്തു ഇലൽ ജാനി, ഞാൻ നോക്കി. ഇലൽ ജാനി, അക്രമിയെ നോക്കി. ഇലൽ ജാനി, ജാനി എന്നുള്ളത് മജ്റൂറാണ്, കാരണം ഇല എന്ന ജറിന്റെ അർഫ് വന്നു. കുംന, നമ്മൾ നിന്നു. ഇജ്ലാലൻ, ബഹുമാനിക്കാൻ വേണ്ടി. ലിൽ ഖാലി, ഖാലിയെ ബഹുമാനിക്കാൻ വേണ്ടി നമ്മൾ നിന്നു. ലിൽ ഖാലി, ലാം ജറിന്റെ ഹർഫാണ്, അതിന് ശേഷം ഖാലി എന്ന് മജ്റൂറാണ്, ജറാണ് ചെയ്യേണ്ടത്. അസ്ഗൈതു, ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. ഇലൽ മുനാദി, വിളിക്കുന്നവനെ ശ്രദ്ധിച്ചു കേട്ടു. അവിടെ ഇലൽ മുനാദി, ഇല ജറിന്റെ ഹർഫാണ്, മുനാദി എന്നുള്ളത് ഇസ്മതിന്റെ മജ്റൂറാണ്. അലൽ ബാഗി, അക്രമിയുടെ മേൽ തദൂർ ദവായിറു, പിന്നെ ഊഴങ്ങൾ ഇങ്ങനെ പിന്നെ ചുറ്റി വരും, കറങ്ങി വരും. അവന് സമയമുണ്ട്, അവന്റെ സമയം വരും എന്നർത്ഥം. അവിടെ അലൽ ബാഗി, അലൽ ബാഗി എന്ന് പറഞ്ഞാല് അലൽ ബാഗി ജാറ് മജ്റൂറാണ്. അല എന്നുള്ളത് ജറിന്റെ അർഫാണ്, ബാഗി എന്നുള്ളത് തന്നെ മജ്റൂറാണ്. അപ്പൊ ഇവിടെ ഈ 4 വാക്കുകളും അൽ ജാനി, ഇലൽ ജാനി, ലിൽ ഖാലി, ഇലൽ മുനാദി, അലൽ ബാഗി എന്നൊക്കെ മങ്കൂസായ ഇസ്മ മജ്റൂറായിട്ട് വന്നിട്ടുള്ളത്. ജറിന്റെ ഹർഫുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ജറിന്റെ ഹർഫുണ്ടായാൽ കസ്റത്ത് കൊണ്ട് ജറ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ കസ്റത്ത് കൊണ്ട് ജറ് ചെയ്തില്ല, സങ്കല്പിക്കപ്പെട്ട കസ്റത്ത് കൊണ്ട് ആണ് ജറ് ചെയ്യപ്പെട്ടത്. അവിടെ സങ്കല്പനമാണ്. കാരണം ജാനിയി, ഖാദിയി, മുനാദിയി, അലൽ ബാഗിയി എന്ന് പറഞ്ഞില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? മുഅത്തലുൽ ആഖിറായ ഇസ്മ മങ്കൂസ് ആണെങ്കിൽ ജറ് സങ്കല്പിക്കപ്പെട്ട കസ്റത്ത് കൊണ്ടായിരിക്കും, റഫ് സങ്കല്പിക്കപ്പെട്ട ദമ്മത്ത് കൊണ്ടായിരിക്കും, നെസ്ബ് പ്രകടമായിരിക്കും, പ്രകടമായ ഫതഹത്ത് കൊണ്ടായിരിക്കും. ഇതാണ് മങ്കൂസിന്റെ നിയമം. ആ നിയമത്തിലേക്ക് നമുക്ക് വരാം. അൽ ഖായിദ, 41ാമത്തെ ഖായിദ. അൽ മങ്കൂസു, മങ്കൂസായ ഇസ്മി എന്ന് പറഞ്ഞാൽ ഹുവ കുല്ലു ഇസ്മിൻ മുഅറബിൻ, മുഅറബായ ഇസ്മാണ്. ആഖിറുഹു യാഉൻ ലാസിമത്തുൻ, അതിന്റെ അവസാനം ലാസിമായ യാ ഉണ്ടാവും, എപ്പോഴും വരുന്ന സ്ഥിരമായ യാ ഉണ്ടാവും. മക്സൂറും മാ ഖബ്ല, അതിന്റെ നേരെ തൊട്ട് മുമ്പുള്ളത് കസ്റുമായിരിക്കും. അപ്പൊ ഖാലി എന്ന് പറയുമ്പോൾ യാ ഉണ്ട്, ആ യാവിന്റെ തൊട്ട് മുമ്പുള്ള വാദ് കസ്റാണ്. ജാനി എന്ന് പറയുമ്പോൾ യാ ഉണ്ട്, അതിന്റെ തൊട്ട് മുമ്പ് നൂന് കസ്റാണ്. ബാഗി എന്ന് പറയുമ്പോൾ യാ ഉണ്ട്, അതിന്റെ തൊട്ട് മുമ്പ് ഗൈന് കസ്റാണ്. അപ്പോ അതിനു മുമ്പ് കസ്റും ഉണ്ടാകും. മുമ്പ് കസ്റുള്ള പിന്നെ സ്ഥിരമായ യാ, അവസാനം സ്ഥിരമായി യാ ഉള്ള മുഅറബായ ഇസ്മിനാണ് മങ്കൂസ് എന്ന് പറയാ. അപ്പൊ മങ്കൂസ് എന്താണ്? ഹുവ കുല്ലു ഇസ്മിൻ മുഅറബിൻ, എല്ലാ മുഅറബായ ഇസ്മുമാണ്. ആഖിറുഹു യാഉൻ ലാസിമ, സ്ഥിരമായ യാ അതിന്റെ അവസാനം ഉണ്ടാകും. മക്സൂറും മാ ഖബ്ലഹ, അതിന്റെ നേരെ തൊട്ട് മുമ്പുള്ളതിന് കസ്റുമായിരിക്കും. 42ാമത്തെ ഖായിദ. തുഖദ്ദറു ളമ്മത്തു വൽ കസ്റത്തു, കസ്റും ലമ്മും, അതായത് മർഫൂ ആണെങ്കിലും മജ്റൂർ ആണെങ്കിലും കസ്റും ലമ്മും സങ്കല്പിക്കപ്പെടും അല ആഖിറിൽ മങ്കൂസി, മങ്കൂസിന്റെ അവസാനം, അതായത് ഇറാബായിട്ട്. ഫി ഹാലത്തൈ റഫി വൽ ജറി, റഫ് ആണെങ്കിലും ജർ ആണെങ്കിലും. അമ്മൻ നസ്ബു, അപ്പോൾ നസ്ബ് ഫയകൂനു ബി ഫതഹത്തിൻ ളാഹിറത്തിൻ അൽ ആഖിരി, അവസാനത്തില് പ്രകടമായ ഫതഹത്ത് കൊണ്ടായിരിക്കും കസ്ർ. ഇനി അതിന്റെ തംരീനാത്ത് ഒന്ന് നോക്കാം. തംരീനാത്തിലേക്ക് വരികയാണെങ്കിൽ തക്സുറു ഫിൽ റീഫി അൽ മറായി അൽ ഖിസ്ബ, ഗ്രാമത്തില് കൂടുതലുണ്ടാകും അൽ മറായി അൽ ഖിസ്ബ, നല്ല ഫലഭൂയിഷ്ഠമായ പുഷ്പിച്ചു നിൽക്കുന്ന ഫലഭൂയിഷ്ഠമായ മേച്ചിൽപ്പുറങ്ങൾ. അൽ മറായി, മേച്ചിൽപ്പുറങ്ങൾ. തക്സുറു എന്ന ഫൈലിന്റെ ഫായിലാണ് അൽ മറായി. ശരിക്കും ഫായിലിന് മർഫു ആണ്, ലമ്മത്താണ് വേണ്ടത്, പക്ഷെ സങ്കല്പിക്കപ്പെട്ട ലമ്മത്ത് കൊണ്ടാണ് ഇവിടെ റഫ്. തക്സുറുൽ അഫായി, പാമ്പുകൾ അധികരിക്കും. ഫി സ്വൈദ് മിസ്ര, മിസ്ർ മരുഭൂമിയിലെ, മിസ്ർ മരുഭൂമിയിൽ പാമ്പുകൾ കൂടുതലുണ്ടാകും. തക്സുർ എന്ന ഫീലിന്റെ ഫായിലാണ് അൽ അഫായി, മർഫു ആണ്, ലമ്മത്ത് കൊണ്ടാണ് റഫ് വേണ്ടത്, പക്ഷെ ഇവിടെ സങ്കല്പിക്കപ്പെട്ട ലമ്മത്ത് കൊണ്ടാണ്. ബിർറായി, ഇടയനെ കൊണ്ടാണ്. തസ്ലഹു റഅയ്യത്തു, പ്രജകൾ നന്നാകുന്നത്. പ്രജകൾ നന്നാകുന്നത് അവരെ പിന്നെ ഇടയനെ കൊണ്ടാണ്. റായി, അവിടെ ബിർറായി മജ്റൂറാണ്. റായി എന്നുള്ളത് ബാവ് കൊണ്ട് മജ്റൂറാണ്. യുഅദറു സാഹി അവിൻ നാസി ഇദാ അഖ്തഹ, മറന്നവൻ അല്ലെങ്കിൽ അശ്രദ്ധ കാണിച്ചവന് അവനക്ക് മാപ്പ് കൊടുക്കപ്പെടും. ഇദാ അഖ്തഹ, അവൻ പിയച്ചാൽ. എന്നാൽ വലാ ഉദറ ലിൽ മുതമാദി ഫിദ്ദംബി, കുറ്റത്തില് അതിരുവിട്ട് കടന്നവന് ഒരിക്കലും മാപ്പില്ല, കാരണം ബോധിപ്പിക്കലുമില്ല, എക്സ്ക്യൂസ് ഇല്ല. അവിടെ ലിൽ മുതമാദി അസ്സാഹി അവിൻ നാസി, ഈ സാഹി നാസി എന്നുള്ളത് മർഫു ആണ്.
യുദറു എന്നതിന്റെ നായിബ് ഫായിലാണ്. അവിടെ റഫാണ് വേണ്ടത്, പക്ഷെ സങ്കല്പിക്കപ്പെട്ട ലമ്മത്ത് കൊണ്ടാണ്. ലിൽ മുതമാദി എന്ന് പറഞ്ഞാല് അവിടെ ജാറു മജ്റൂറാണ്. അഞ്ചാമത്തെ ഉദാഹരണം അൽ ഗറദുസ്സാമി മിനൽ ഹയാത്തി അൻ തഈഷ സഈദൻ. അൽ ഗറദുസ്സാമി മിനൽ ഹയാത്തി, ജീവിതത്തിന്റെ വലിയ ലക്ഷ്യം, ഉയർന്ന ലക്ഷ്യം, അൻ തഈഷ സഈദൻ, നീ സന്തോഷവാനായി ജീവിക്കലാണ്. അൽ ഗറദുസ്സാമി, അൽ ഗറദ് എന്നുള്ളത് മുബ്തദയാണ്, സാമി എന്നുള്ളത് അതിന്റെ നഅത്താണ്. നഅത്ത് മൻഊത്തിനോട് റഫിൽ തുടരുമെന്ന് നമ്മൾ പഠിച്ചതാണ്. മുബ്തദക്ക് റഫാണെങ്കിൽ അതിന്റെ നഅത്തിനും റഫായിരിക്കും. അപ്പൊ അസാമി എന്നുള്ളത് അസാമിയു എന്ന് പറയേണ്ടതായിരുന്നു. പക്ഷെ ഇത് മക്സൂറായ ഇസ്മായതുകൊണ്ട്, മക്സൂറായ ഇസ്മ എന്ന് പറഞ്ഞാൽ മുഅത്തലുൽ ആഖിർ, അവസാനം യാ വന്നു. അവസാനം യാ വന്നതുകൊണ്ട് ലമ്മത്ത് അതിന്റെ മേൽ പ്രകടമാകൂല. മുഖദ്ദറത്തായ സങ്കല്പിക്കപ്പെട്ട ലമ്മത്ത് കൊണ്ടാണ് റഫ് എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അൽ ഗറദുസ്സാമി എന്നുള്ളത് മങ്കൂസിന് സങ്കല്പിക്കപ്പെട്ട ലമ്മത്ത് കൊണ്ടാണ് റഫ്. ആറാമത്തെ ഉദാഹരണം ലാ യഅ്മനുൽ ഇൻസാനു അവാദിയസ് സമാനി, മനുഷ്യന് നിർഭയനാകൂല അവാദിയസ് സമാനി, കാലവിപത്തുകളെ. അവാദിയസ് സമാൻ എന്ന് പറഞ്ഞാൽ കാലവിപത്തുകൾ, പ്രളയവും അതുപോലത്തെ കാലവിപത്തുകൾക്കാണ് അവാദിയസ് സമാൻ എന്ന് പറയല്. അപ്പൊ അവാദിയസ് സമാനിന് ഒരിക്കലും ഒരു മനുഷ്യൻ നിർഭയനാകൂല, അത് ഇല്ലാതെ പോകൂല, അത് സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ അവാദിയ എന്ന് പറഞ്ഞാൽ അത് മങ്കൂസാണ്, ഇസ്മു മങ്കൂസാണ്. പക്ഷെ ലാ യഅ്മനു എന്ന ഫെയിലിന്റെ മഫ്ഊലാണ്, മൻസൂബാണ്. നമ്മൾ പറഞ്ഞതാണ് നെസ്ബാണെങ്കിൽ ഫതഹത്ത് പ്രകടമായിട്ട് കിട്ടും, അവിടെ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവാദിയ എന്ന് നെസ്ബ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു പാഠം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.